ജൂതരാഷ്ട്രത്തിന്റെ സാരഥി നെതന്യാഹുവുമായി ട്രംപിന്റെ രഹസ്യ പ്ലാൻ. ഈ പദ്ധതി തയ്യാറാക്കുവാനായി ഇരുവരും ഒട്ടേറെ തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പദ്ധതി എന്താണെന്നല്ലേ? ഇറാനെ തകർക്കണം, കൂടാതെ പശ്ചിമേഷ്യയെ കാർന്നു തിന്നുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി എന്നീ ഗ്രൂപ്പുകളെ തുടച്ചു നീക്കണം. ഒപ്പം ഒരു പുതുരാഷ്ട്രത്തിന്റെ പിറവി കൂടി സാധ്യമാക്കണം. അതെ, അതിശക്തരായ ട്രംപും നെതന്യാഹുവും ഇപ്പോൾ ഇതിനായുള്ള തിടുക്കത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ, അധികാരത്തിലേറും മുമ്പ് തന്നെ ട്രംപിന്റെ പദ്ധതികൾ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ലോകം. അതെ, ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും നിലവിൽ അമേരിക്കയിലാണ്. 2025 ജനുവരി വന്നാൽ നിസ്സാര കളികളൊന്നും ആയിരിക്കില്ല നടക്കാൻ പോകുന്നത്. ഇക്കണക്കിന് പോയാൽ വൈറ്റ് ഹൗസിലേക്ക് എത്തും മുമ്പ് തന്നെ പശ്ചിമേഷ്യയിൽ അത്യുഗ്രൻ ട്വിസ്റ്റുകൾ അരങ്ങേറും. അതിനുള്ള സൂചനയുമായിട്ടാണ് ഇതാ നെതന്യാഹുവിന്റെ വരവ്. അതേസമയം മറുവശത്താകട്ടെ, ട്രംപിനെ എടുത്തു നോക്കുമ്പോഴോ, അതായത് പശ്ചിമേഷ്യയിൽ അദ്ദേഹം തീപാറിക്കുകയാണെങ്കിൽ ഇവിടെ ഇന്ത്യക്കിട്ട് പണിയും തരുന്നുണ്ട്. അതായത് അമേരിക്കയിലെ കുടിയേറ്റ നയങ്ങളിൽ ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളെ മാറ്റി നിർത്തി നമുക്ക് ആ വിഷയം കൂടി ഒന്ന് മനസ്സിലാക്കാം. എന്തായാലും കൂടുതൽ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി താൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോൺ സംഭാഷണം നടത്തിയിരിക്കുന്നുവെന്ന വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ഫോൺ കോളിൽ ഒരുപാട് സുപ്രധാനമായ തീരുമാനങ്ങളും പദ്ധതികളും ഉണ്ടായിരിക്കുന്നുവെന്നും, കൂടാതെ ഫോൺ കോളിനിടെ ഹമാസിനെതിരായ യുദ്ധത്തിൽ ജൂതരാഷ്ട്രത്തിന്റെ വിജയം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഇസ്രായേൽ പ്രധാനമന്ത്രി ഊന്നിപ്പറയുകയും സിറിയയിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള തന്റെ നിലപാട് പങ്കുവയ്ക്കുകയും ചെയ്തു. കോളിനെ തുടർന്ന് ട്രംപുമായുള്ള സംഭാഷണത്തിലെ പ്രധാന പോയിന്റുകൾ എടുത്തു കാണിക്കുന്ന ഒരു വീഡിയോ പ്രസ്താവനയും നെതന്യാഹു കഴിഞ്ഞ ദിവസമാണ് പങ്കുവച്ചത്. ശനിയാഴ്ച വൈകുന്നേരം നടന്ന കോളിൽ ഇരു നേതാക്കളും നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയെ വീണ്ടും ആയുധമാക്കുന്നതിൽ നിന്ന് തടയാനുള്ള ഇസ്രായേലിന്റെ പ്രതിജ്ഞാബദ്ധതയും, ഉപരോധിച്ച് ഗാസ മുനമ്പിൽ 45,000 ഫലസ്തീനികളെ കൊന്നൊടുക്കിയ ഹമാസുമായുള്ള ഇസ്രായേലിന്റെ പോരാട്ടവും ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ഗാസയിൽ അവശേഷിക്കുന്ന ബന്ദികളെ ഉടൻ തിരികെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നേതാക്കൾ സംസാരിക്കുകയുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ എൻ്റെ സുഹൃത്തും നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വീണ്ടും ചർച്ച ചെയ്തു, നെതന്യാഹു പറയുന്നു. ഇത് വളരെ സൗഹാർദ്ദപരവും വളരെ ഊഷ്മളവും വളരെ പ്രധാനപ്പെട്ടതുമായ സംഭാഷണമായിരുന്നു. ഇസ്രായേലിന്റെ വിജയം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതകളെക്കുറിച്ച് ഞങ്ങൾ ഇരുവരും സംസാരിച്ചു. ബന്ദികളെ മോചിപ്പിക്കാൻ ഞങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീവിച്ചിരിക്കുന്നവരും അതുപോലെ തന്നെ മരിച്ചവരുമായ ബന്ദികളെ വീട്ടിലെത്തിക്കുവാനായി അശ്രാന്തമായ പരിശ്രമം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ഞാൻ കൂട്ടിച്ചേർക്കുന്നു, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നല്ലതാണ്. അതിനാൽ ദൈവത്തിന്റെ സഹായത്തോടെ ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അതുപോലെ സിറിയയുമായുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ചും ചർച്ചയുണ്ടായിട്ടുണ്ട്. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ സർക്കാരിനെ വിമത ഗ്രൂപ്പുകൾ അട്ടിമറിച്ച സാഹചര്യത്തെ തുടർന്ന് നെതന്യാഹു തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. സിറിയയുമായി ഒരു സംഘടനത്തിന് രാജ്യത്തിന് താല്പര്യമില്ലെന്നും, ഉയർന്നു വരുന്ന അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് അതിന്റെ നയങ്ങൾ ക്രമീകരിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. വളരെ വിവാദപരമായ ഗോലൻ കുന്നുകളിൽ സ്വീകരിച്ച നടപടികൾ താൽക്കാലികമാണെന്നും ഇസ്രായേൽ വാദിക്കുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രസംഗത്തിൽ ഇറാൻ ഹിസ്ബുള്ളയെ ആയുധമാക്കാൻ അനുവദിച്ചതിന് സിറിയയെ നെതന്യാഹു അപലപിച്ചിരുന്നു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണമാണ്. ഞങ്ങളത് നേരിടണം, ഞങ്ങളത് നേരിടുക തന്നെ ചെയ്യും. ഹിസ്ബുള്ളയോടും ഇറാനോടും യാതൊരു ഉറപ്പുമില്ലാതെ ഞാൻ പറയുന്നു, ഞങ്ങളെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ എല്ലാ രംഗത്തും ഏത് സമയത്തും ഞങ്ങൾ നിങ്ങൾക്കെതിരെ ആവശ്യമായി പ്രവർത്തിക്കുന്നത് തുടരുക തന്നെ ചെയ്യും, അദ്ദേഹം പറയുന്നു. ലെബനനുമായുള്ള ഇസ്രായേലിന്റെ അതിർത്തിയിൽ 13 മാസത്തെ സംഘർഷത്തിന് ശേഷം ഇസ്രായേൽ നിലവിൽ ലെബനൻ തീവ്രവാദ ഗ്രൂപ്പുമായി വെടിനിർത്തൽ കരാർ തുടരുകയാണ്. ഏറ്റുമുട്ടലിനിടെ ഗ്രൂപ്പിന്റെ മുൻ മേധാവി ഹസൻ നസ്രള്ള ഉൾപ്പെടെ നിരവധി ഉന്നത ഹിസ്ബുള്ള കമാൻഡർമാരെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു. എന്നാൽ അതേസമയം സിറിയയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം തുടർന്നു വരുമ്പോൾ മുന്നറിയിപ്പുമായി സിറിയൻ വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനിയും രംഗത്തെത്തിയിരിക്കുകയാണ്. സിറിയയുടെ ആയുധപ്പോരകളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനെയാണ് വിമത നേതാവ് വിമർശനം ഉന്നയിക്കുന്നത്. സിറിയൻ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തിരിച്ചടിക്കുമെന്ന സൂചന നൽകുന്നത്. സിറിയയിൽ വ്യോമാക്രമണം നടത്തുവാൻ ഇസ്രായേലിന് മുന്നിൽ ഇനി ഒഴിവുകളില്ല. IDF ആക്രമണങ്ങൾ പരിധി കടന്നെന്നും അദ്ദേഹം പറയുന്നു. സിറിയയിൽ പ്രവേശിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ ന്യായങ്ങൾ ഇനി നിലവിലില്ല. വർഷങ്ങളോളം നീണ്ട യുദ്ധത്തിനും സംഘർഷങ്ങൾക്കും ശേഷം തളർന്ന സിറിയൻ സാഹചര്യം പുതിയ സംഘർഷങ്ങളിലേക്ക് കടക്കുവാൻ അനുവദിക്കില്ലെന്നും ജുലാനി പറയുന്നു. കൂടുതൽ നാശമുണ്ടാക്കുന്ന സംഘർഷങ്ങളിലേക്ക് സിറിയയെ വലിച്ചിഴയ്ക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും, സിറിയയുടെ പുനർനിർമ്മാണമാണ് തന്റെ ഉദ്ദേശമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ രാജ്യത്തെ ഒരു ആക്രമണ വേദിയാക്കി മാറ്റിയതിന് പിന്നിൽ ഇറാൻ മാത്രമാണ്. എന്നാലും അവരുമായി ശത്രുതയുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല.
സിറിയയിലെ ഇറാന്റെ സാന്നിധ്യം അവസാനിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇറാനിയൻ ജനതയോട് ശത്രുതയുമില്ല. ഞങ്ങളുടെ പ്രശ്നം നമ്മുടെ രാജ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന അവരുടെ നയങ്ങളായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ആഭ്യന്തര യുദ്ധസമയത്ത് സിറിയൻ സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചതിന് റഷ്യൻ സേനയെ അദ്ദേഹം കുറ്റപ്പെടുത്തിയെങ്കിലും പൊതു താൽപര്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ റഷ്യയുമായുള്ള ബന്ധം പുനഃപരിശോധിക്കാനുള്ള അവസരമാണെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം സിറിയൻ അധികാരം പിടിച്ച വിമത ഗ്രൂപ്പുമായി US നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി. ഹയാത്ത് താഹിർ അൽ ഷമാമുമായും മറ്റുള്ളവരുമായും ബന്ധപ്പെടുന്നുണ്ട്. സിറിയയിൽ 2012 മുതൽ കാണാതായ US മാധ്യമ പ്രവർത്തകൻ ആസ്റ്റൺ ടൈൻസിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. സിറിയയിൽ നിന്നും റഷ്യൻ സൈന്യത്തിന്റെ പിന്മാറ്റത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ആന്റണി ബ്ലിങ്കൻ തയ്യാറായിട്ടുമില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരണത്തിനില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇക്കാര്യത്തിൽ US ഭരണകൂടത്തിന്റെ അന്വേഷണത്തിന് ശേഷം മാത്രമേ പ്രതികരിക്കുവാൻ സാധിക്കൂ എന്നും ആന്റണി ബ്ലിങ്കൻ തുറന്നടിച്ചു. നേരത്തെ സിറിയയിൽ സമാധാനപരമായ അധികാര കൈമാറ്റം സാധ്യമാക്കാൻ മേഖലയിലെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ തേടിയിരുന്നു. തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാനുമായും ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ സുഡാനിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സിറിയയിൽ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ മേഖല കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങിയേക്കുമെന്ന സാഹചര്യത്തിലാണ് ബ്ലിങ്കന്റെ നയതന്ത്ര നീക്കങ്ങൾ. സിറിയയുടെ ഭാവി സംബന്ധിച്ച് തുർക്കിയും US തമ്മിൽ വ്യക്തമായ ധാരണയുണ്ടെന്ന് തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ ബ്ലിങ്കൻ പറഞ്ഞിരുന്നു. അതേസമയം ട്രംപ് അധികാരത്തിലേറും മുമ്പ് സജീവ ചർച്ചകളിലായിരിക്കുന്ന അമേരിക്കയുടെ കുടിയേറ്റ നയത്തിലേക്ക് കൂടി നമുക്കൊന്ന് കടക്കാം. രാജ്യത്തെ കുടിയേറ്റ നയങ്ങൾ ശക്തമാക്കാനുള്ള നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്കുൾപ്പെടെ തിരിച്ചടിയാകുമെന്ന വാർത്തകൾ വരുന്നു. അമേരിക്കയിൽ നാടുകടത്തൽ ഭീഷണി നേരിടുന്ന 14 ലക്ഷത്തിലേറെ പേരിൽ 18,000 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ടെന്ന് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ICE പുറത്തുവിട്ട ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട്. മതിയായ രേഖകൾ ഇല്ലാത്തതാണ് ഇവർക്ക് തിരിച്ചടിയായി മാറിയത്. നവംബറിൽ ICE പുറത്തുവിട്ട അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരിൽ അധികവും ഗുജറാത്ത്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. നിയമം കർശനമായി നടപ്പിലാക്കുകയാണെങ്കിൽ ഇവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചേക്കും. തങ്ങളുടെ പൗരനെന്ന് വിശ്വസിക്കുന്നവരെ സ്വീകരിക്കാൻ വിദേശ സർക്കാരുകൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന ICEയുടെ പ്രസ്താവനയോടെ തന്നെ ഇവരെ നാടുകടത്തിയേക്കുമെന്ന് ഉറപ്പാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആവശ്യമായ രേഖകളില്ലാത്തവർ നേരത്തെ തന്നെ നിയമ നടപടികൾ നേരിട്ട് വരികയാണ്. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി കേസ് നടത്തുന്നവരുമുണ്ട് ഇക്കൂട്ടത്തിൽ. നാടുകടത്തൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിലെ കാലതാമസം കാരണം ICE ഇന്ത്യയെ സഹകരിക്കാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അമേരിക്കയിൽ നിന്നും തിരിച്ചയക്കുന്ന പൗരന്മാരെ സ്വീകരിക്കുന്നതിൽ രാജ്യങ്ങൾ കാണിക്കുന്ന താൽപര്യം അടിസ്ഥാനമാക്കിയാണ് ഇത്തരമൊരു പട്ടിക അമേരിക്ക തയ്യാറാക്കിയിരിക്കുന്നത്. 15 രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചതിന് ശരാശരി 9 ലക്ഷം ഇന്ത്യൻ പൗരന്മാർ US അതിർത്തിയിൽ പിടിക്കപ്പെട്ടിരുന്നു. ഇതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അനധികൃത കുടിയേറ്റക്കാരെ കടുത്ത രീതിയിൽ നേരിടുക എന്നുള്ളത് ട്രംപിന്റെ പ്രഖ്യാപിത നയവുമാണ്. കുടിയേറ്റക്കാരെ പുറത്താക്കാൻ സൈന്യത്തെയും മറ്റ് ആഭ്യന്തര സുരക്ഷാ ഏജൻസികളെയും ഉപയോഗിക്കുമെന്നാണ് നിയുക്ത പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇതാദ്യമായിട്ടല്ല അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനുള്ള അമേരിക്കയുടെ നീക്കം നടക്കുന്നത്. കഴിഞ്ഞ അനധികൃത കുടിയേറ്റക്കാരായ 100ഓളം ഇന്ത്യക്കാരെ അമേരിക്ക ചാർട്ടേഡ് വിമാനത്തിൽ തിരിച്ചയച്ചിരുന്നു. ഇന്ത്യൻ സർക്കാരും ഈ നടപടിയിൽ സഹകരിച്ചു. ഇത്തരത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 1100-ലേറെ നാടുകടത്തിയെന്നാണ് അമേരിക്കൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിനൊപ്പം ഈ പൗരത്വ നിയമത്തിൽ വലിയ മാറ്റം നടപ്പാക്കാനും ട്രംപ് ഒരുങ്ങുകയാണ്. US നിലവിലുള്ള ജന്മാവകാശ പൗരത്വ നിയമത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരാനാണ് നീക്കം. US ജനിക്കുന്ന വ്യക്തി US പൗരനായി കണക്കാക്കപ്പെടുമെന്നതാണ് നിലവിലെ നിയമം. തന്റെ 1ാം ഭരണകാലത്ത് തന്നെ ഈ നിയമം പരിഷ്കരിക്കാനുള്ള ശ്രമം ട്രംപ് ആരംഭിച്ചിരുന്നുവെങ്കിലും അത് നടക്കാതെ പോവുകയായിരുന്നു. അപ്പോൾ ട്രംപിന്റെ നീക്കങ്ങളെക്കുറിച്ചും അതുപോലെ നെതന്യാഹുവിന്റെ നീക്കങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ കുറിക്കൂ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.